ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓട്ടോയുടെ സൈഡിലൊരു സ്ലൈഡിങ് ഒരു ഷീറ്റ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പം മഴയത്ത് നമുക്കത് ക്ലോസ് ചെയ്തിടാം, വെയിലത്ത് അതിങ്ങനെ തുറന്ന് വെച്ച് കാറ്റും കൊണ്ട് ഓട്ടോയിൽ പോവാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു സംഭവം ഓട്ടോയിൽ കാണുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ തലശ്ശേരി ലിബർട്ടി പാരഡൈസിലേക്കാണ്. നമ്മുടെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇന്ന് സെക്കൻഡ് ഡേ ആണ് എമ്പുരാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെ വരെ ഞാൻ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും നോക്കാതെ റിവ്യൂസ് ഒന്നും കാണാതെ എമ്പുരാനെ പറ്റി ഒന്നും കേൾക്കാണ്ട് നമ്മളിങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഇതാണ് തലശ്ശേരി AVK നായർ റോഡിലുള്ള ലിബർട്ടി കോംപ്ലക്സ്. ലിബർട്ടി കോംപ്ലക്സിനുള്ളിൽ തന്നെ 5 സ്ക്രീൻസ് ഉണ്ട്. ലിബർട്ടി മിനി, ലിബർട്ടി ഗോൾഡ്, സ്വീറ്റ്, പിന്നെ ലിബർട്ടി പാരഡൈസ്, ലിബർട്ടി ലിറ്റിൽ. അപ്പോൾ ഞാൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തത് ലിബർട്ടി ലിറ്റിൽ പാരഡൈസിലാണ്. അപ്പോൾ അത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ എപ്പോഴും മൂവി ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് ബുക്ക് മൈ ഷോ വഴിയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് മേലേക്ക് പോവാം. പണ്ട് യൂസ് ചെയ്തിരുന്ന ഫിലിം പ്രൊജക്ടർ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈവൻ കണ്ണൂർ ലിബർട്ടിയിലും അതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രീവിയസ് ഒരു മൂവി വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിബർട്ടി ലിറ്റിൽ പാരഡൈസ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു സ്ക്രീൻ തന്നെയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് മൂവി കാണാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഡേ ഓഫ് റിലീസാണ്. പിന്നെ മൂവി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ MRAയിലേക്ക് പോയി നമ്മുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി. ഞങ്ങളെല്ലാവരും ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു ലൈം സോഡയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണിയാണ് കേട്ടോ. ഇവരുടെ നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ ആയിട്ട്, ലഗോൺ ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ബിരിയാണിയായിരുന്നു. കമ്മിങ് ബാക്ക് ടു ദ മൂവി, ഞാൻ റിവ്യൂ ഒന്നും പറയുന്നില്ല, കാരണം ഇനിയും കാണാത്തവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് പോയി കാണട്ടെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എസ്പെഷ്യലി ദ സെക്കൻഡ് പാർട്ട്. MRAയിൽ ഇപ്പോൾ റമദാൻ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നോമ്പ് തുറയ്ക്കൊക്കെ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടും കുറച്ച് ദിവസമായി, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് പോയത്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് എന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നമ്മുടെ മിനി എഗ് പഫ്സ് ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്നത് കോഴിയുടെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പേര് കേട്ട് നിങ്ങൾ വിചാരിക്കും ഉള്ളിൽ ചിക്കൻ ആണെന്ന്. അല്ല കേട്ടോ. പിന്നെ പോപ്സിക്കിൾ ചിക്കൻ, എലാഞ്ചി, ബീഫ് റിബ്സ്, ചിക്കൻ ഉൽബ, ഫ്രൈഡ് ചിക്കൻ സ്റ്റിക്സ്. പേര് പറയാൻ തുടങ്ങിയാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം അത്രയ്ക്കുള്ള ഐറ്റംസ് ഉണ്ട്. ഞാൻ ചിക്കൻ ഉൽബ എടുത്തിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോപ്സിക്കിൾ ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുത്തു. ഇത് പുട്ടിൻ്റെ ഉള്ളിൽ ചിക്കൻ നിറച്ചതാണ്. പിന്നെ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഉണ്ട്, ചിക്കൻ ഫ്ലവർ പോട്ട് ഉണ്ട്, ഇലയടയുണ്ട്, ഫിഷ് അടയുണ്ട്. ഇത് ഫ്രൈഡ് ചിക്കൻ മോമോസാണ്. ഇതും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എഗ് ബജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊരു ട്രേയിൽ വെച്ച് തരും. സോ ആ ട്രേ ആണ് നമുക്ക് ഫൈനലി തരുന്നത്, ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടുന്ന സ്നാക്സൊക്കെ ഞാൻ ട്രേയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിലൊരു മുഹബത്ത് കാ ഷർബത്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീക്കെൻഡാണ്. നാളെ ശനി ഞായർ. നിങ്ങൾ ആരെങ്കിലും എമ്പുരാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും വേറെ വ്ളോഗായിട്ട് കാണാം. Till then, take care and bye bye.